സോ ഹലോ ഗൈസ് വാട്സ്ആപ്പ് ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഒരു മിനി വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ്സ്ക്രൈബ് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ 300 സംതിങ് 393 യെസ് 93 ആ റേഞ്ചോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ദാണ്ട് ഇവിടെ ഫുള്ള് ഡേറ്റ് എടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഒരു 10-20 മണിക്കൂർ എടുത്തു ടൈസ്. ഒരു ഡേ 1 day 2 day ഒക്കെ എടുത്തിട്ടുണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വട്ടം വന്ന വന്ന ഡേയ്സും ഇപ്പോഴത്തെ ഡേയ്സും നോക്കി അറിയാം. നമ്മൾ കഴിഞ്ഞ വട്ടം എത്ര 120 ഡേയ്സിലാണ് കണ്ടാവുന്നത്. ഇപ്പോൾ 166 ഡേയ്സിലാണ് നിൽക്കുന്നത്. അത്രമാത്രം ഡേയ്സ് നമ്മൾ മൈൻക്രാഫ്റ്റിൽ സ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതാണ്ട ഫുള്ള് സ്റ്റാക്ക് കണക്കിന് സാധനങ്ങളാണ്. ഇതുണ്ട് ഇതിനകത്ത് അല്ലറ ചവറുകൾ. ഇതിനകത്ത് നമുക്ക് കിട്ടിയ കോളുകൾ നമ്മൾ മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതിനകത്തിന് അത് വെച്ചേക്കുന്ന ഇതിനകത്ത് ഇത്രയും കഴിഞ്ഞിട്ട് ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇടയിലൊക്കെ കോബിൾ സ്റ്റോൺ ഉണ്ട്. ഞാൻ തുറന്ന് കാണിക്കാത്തതാണ്. കണ്ടോ കോബിൾ സ്റ്റോണും ഉണ്ട്. എല്ലാം തുറന്ന് കാണിക്കാൻ മടിയായിട്ടാണ് ഞാൻ കാണിക്കാത്ത ടൈസ്. കോബിൾ സ്റ്റോണും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് വരുന്നത് സെൻറ്ററിൽ നിന്നായിരിക്കും. ഇവിടുന്ന് അങ്ങനെ ആയിരിക്കും നമ്മൾ സ്റ്റെപ്പ് കൊണ്ടുവരിക. നമ്മുടെ ഹൗസ് വരുന്നത് പൊക്കത്തേക്കായിരിക്കും കേട്ടോ. നമ്മുടെ പ്ലാനിങ് പ്രകാരമുള്ള പരിപാടികളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് അത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി ചെറിയ അറ്റകുറ്റ പരിപാടി ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് ഡേറ്റ് നിറയ്ക്കണം. ഈ ഒരു ലെവലിൽ ഡേറ്റ് നിറച്ച് സെറ്റാക്കണം. നമ്മുടെ ചെസ്റ്റ് റൂമും നമ്മുടെ ഹോമും ആയിരിക്കും ഇവിടെ വരിക. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ കസ്റ്റം വില്ലേജ് ഏതാ വൈബ് കിണ്ണായിരിക്കും കേസ്. ഞാൻ ഇത് ഫുള്ള് പരിപാടി കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്ന പരിപാടിയിലേക്ക് ഞാൻ കിടക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ക്യാരറ്റ് ഫാം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ പാലൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ. ഈ പാലൊന്നും ഉണ്ടാക്കാൻ ഞാൻ സത്യം പറയാലോ മറന്നുപോയിടെ. പാലുണ്ടാക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. എന്നാ ചെയ്യാനാണ് നമുക്ക്. ഓക്കെ, അത് വിടാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇവിടെ ക്യാരറ്റ് ഫാം ഉണ്ടാക്കിയായിരുന്നു. ഞാനിവിടെ എവിടെയൊക്കെ നിൽക്കുന്നുമില്ല. ഇതൊരു ചെറിയ പ്രോബ്ലവും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുണ്ടോ ഇതിനകത്ത് ഒരു തുള്ളി പോലും ആയിട്ടില്ല ടൈസ്. ഞാൻ അവിടെ ആ ഡേറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞപ്പോൾ ഇവിടെ ആയിട്ടില്ല. ഒന്നെങ്കിൽ വില്ലേജറിൻ്റെ ഇത് അറിയാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷേ എൻ്റെ കണക്കൂടെ ശരിയാണെങ്കിൽ ഇത് 100 ബ്ലോക്ക് വിട്ടിട്ടല്ല ഞാൻ ചെയ്തത്. ഇതിൻ്റെ സെറ്റപ്പ് അല്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സെറ്റപ്പ് അല്ല ഒരു ഇതാണ്. പക്ഷേ 100 ബ്ലോക്ക് വിടാണ്ടാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഒരു ചെറിയ പൊട്ടത്തരം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് 100 ബ്ലോക്ക് വിട്ടിട്ട് ഒരു ഫാർമല്ല 4 തരത്തിലുള്ള ഫാർം സെറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ട്രേഡിങ് ഹാള് നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. പുറകെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഷുഗർ ക്യാൻ ഫാർം ഒരു കുഴപ്പമില്ലാതെ വർക്കിംഗ് ആവുന്നുണ്ട്. ഓക്കെ, നൈസ്. അപ്പോൾ ഇതും ഓക്കെയാണ്. നമ്മളിവിടെ എഫ് നിന്നിട്ടില്ല കേട്ടോ. എഫ് നിന്നാൽ നല്ലവണ്ണം ആവേണ്ടതാണ്. പക്ഷേ ഞാൻ എഫ് നിന്നിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ വിചാരിച്ച് ഈ ക്യാരറ്റ് ഫാം ഞാൻ പിന്നെ പൊളിച്ചളഞ്ഞോളാം. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു 5 വില്ലേജസിനെ നമുക്ക് ആവശ്യമുണ്ട്. 5 വില്ലേജസിനെ സെറ്റ് ചെയ്ത് എവിടെയാണ് ഉണ്ടാക്കുന്നത് അവിടെ ഞാൻ എത്തിയിട്ട് അവിടെ എല്ലാം വില്ലേജസിനൊക്കെ എത്തിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യട്ടെ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് വിത്ത് ഓപ്പർ 4 എണ്ണം കേട്ടോ. ഇത് നമ്മൾ ഒരു വില്ലേജറിന് വെച്ച് 4 സൈഡിൽ നിന്ന് ചെയ്യാനുള്ള പ്ലാനിങ് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായത് ക്യാരറ്റ് ഒപ്പിക്കാനാണ്. ക്യാരറ്റ് ഞാൻ 4 സ്റ്റാക്ക് ഒപ്പിച്ചിട്ടുണ്ട്. പൊട്ടോറ്റയൊക്കെ അതൊക്കെ നമ്മുടെ ഇതുള്ളതുകൊണ്ട് ബോൺവിൽ ഫാർം ഉള്ളതുകൊണ്ട് അതൊക്കെ സ്പീഡ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങണം. അതാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇതാണ്ട് ഇവിടെയായിട്ട് ഉണ്ടാക്കാൻ ഓർത്തോണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയായിട്ട് ഇച്ചിരി അവരെ ഒന്ന് വിട്ടതാണ് ടൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇച്ചിരി ഡേറ്റ് ഒന്ന് എടുത്ത് കളയണം. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് കളഞ്ഞ് പാഞ്ഞിട്ട് വരാട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. സോ ഫാസ്റ്റായിട്ട് ഞാനങ്ങ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഡേറ്റ് എടുത്ത് കളഞ്ഞ് ടിൽറ്റ് ചെയ്തിട്ട് ഞാൻ വരാട്ടെ. ടിൽറ്റ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇവിടെ ഒരു വില്ലേജറിനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. സെൻട്രലിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ 2 ചെസ്റ്റ് വെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ട് കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ നടുക്ക് ചെയ്യുന്ന പരിപാടി. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓപ്പർ എടുക്കുക. ഓപ്പർ ഇതിൻ്റെ പൊക്കത്തേക്ക് വെക്കണം. ഇങ്ങനെ തന്നെ കണ്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. ഈ മഴ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ 2 ഹോപ്പർ അതിൻ്റെ പൊക്കത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്ലാബ് എടുത്തില്ല.
ഡേറ്റും ഇല്ല ഗൈസ്. 2 ഡേറ്റ് ഒപ്പിക്കട്ടെ ഗൈസ്. ഞാൻ താൽക്കാലികമായിട്ട് 2 ഡേറ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെയിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈൻകാട്ട് ഇത് ഹോപ്പർ ഉന്തി കൊടുക്കുക. അത് അവൻ്റെ അടുത്തേക്ക് നല്ലവണ്ണം പ്രസ് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ട് ഇത് പൊട്ടിച്ചളയുക കേട്ടോ ഗൈസ്. യെസ്, ഇത് രണ്ടും പൊട്ടിച്ചളയുക. അങ്ങനെ 4 സൈഡും ചെയ്യണം ഗൈസ്. അതിനു മുമ്പ് ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ യെസ് ഇവനെടുത്തിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് കൊടുക്കണം. ഇതിപ്പോൾ ശരിയാകൂടെ? ഇതിങ്ങനെ ഒരു ബ്ലോക്കാവും. എന്നിട്ട് ഈ ബ്ലോക്ക് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്കാവും. എന്നിട്ട് അതേപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് കളഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്ലോക്ക് വരും. അങ്ങനെ വെച്ചോട്ടെ. സത്യത്തിൽ ഇത് മാത്രം സെറ്റായുള്ളൂ. പിക്കേക്സ് എടുക്കട്ടെ. ഇത് പൊട്ടിച്ചളയട്ടെ. യെസ്, ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ബ്ലോക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരാൾക്ക് സെറ്റായി, ഒരാൾക്ക് സെറ്റായി, 2 ആൾക്ക് സെറ്റായി, 3 ആൾക്ക് സെറ്റായി. ഇപ്പോൾ 4ാമത്തെ ഒരാളായിട്ട് ഇവിടെ ആയിട്ടുള്ളവന് മാത്രം സെറ്റ് ആവത്തുള്ളൂ. ഇതിപ്പോൾ എങ്ങനെ ഞാൻ സെറ്റ് ചെയ്യും? ഹോപ്പ് അടുപ്പിച്ച് തന്നെ സെറ്റ് ആവില്ലല്ലോ. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ഹോപ്പർ മൈൻകാട്ട് ഇവിടെ വരും. ഒരുത്തൻ സെറ്റാവും, പക്ഷെ ഒരുത്തൻ സെറ്റാവാത്തൊരു ഫീലിങ്. ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഒതുങ്ങി. ഇവിടെ ഉള്ളവനും കൊടുക്കാൻ പറ്റും, അവിടെ ഉള്ളവനും കൊടുക്കാൻ പറ്റും, ഇവിടെ ഉള്ളവനും കൊടുക്കാൻ പറ്റും. ബട്ട് ഇവിടെ ഉള്ളവൻ എങ്ങനെ കൊടുക്കും? സോറി, ഇത് സെൻറ്ററിൽ കൂടെ അങ്ങ് വരുത്തിയാൽ പോരെ. അപ്പോൾ ഇവിടെ ഉള്ളവനും കൊടുക്കാൻ പറ്റില്ലേ? നോക്കട്ടെ. യെസ്, അപ്പോൾ ഇവിടെ ഉള്ളവനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വേണം ഓപ്പർ വിത്ത് മൈൻകാട്ട് വരാൻ. ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ആ വില്ലേജിനെ കണ്ടിട്ട് കൊടുക്കാൻ. ഇവിടെ ഒരെണ്ണം വരണം, ഇവിടെ ഒരെണ്ണം വരണം, ഇവിടെ ഒരെണ്ണം വരണം. ഇതും സത്യം പറഞ്ഞാൽ ഇത് രണ്ടുമാണ് ഇപ്പോൾ സെറ്റായേക്കുന്നത്. ഈ 2 ഭാഗം ഇവിടെയാണ് ഇനി ശരിക്കും സെറ്റാവാനുള്ളത്. അതെങ്ങനെ സെറ്റ് ചെയ്യടാവേ? ഞാൻ നോക്കിയിട്ട് തരാം. ഓക്കെ ഗൈസ്, കിട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഹോപ്പർ വിത്ത് മൈൻകാട്ടിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ 4 ഹോപ്പർ വിത്ത് മൈൻകാട്ട് വെറുതെ ഒരാവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, അല്ല ചെയ്ത് വെച്ചിട്ടുണ്ട്, വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ? ഓക്കെ, 2 ഹോപ്പർ വിത്ത് മൈൻകാട്ട്. ഇതാണ്ട് ഇവിടുന്ന് വില്ലേജറിനെ നോക്കുമ്പോൾ കാണണം, ഇവിടുന്ന് വില്ലേജറിനെ നോക്കുമ്പോൾ കാണണം, ഇവിടുന്ന് വില്ലേജറിനെ നോക്കുമ്പോൾ കാണണം, ഇവിടുന്ന് വില്ലേജറിനെ നോക്കുമ്പോൾ യെസ് കാണുന്നുണ്ട്. യെസ്, ഇനി നമുക്ക് ഇവിടെ ഫാർം ഐലൻഡ് 4 സൈഡും സെറ്റ് ചെയ്യണം കേട്ടോ. ഫാർമിങ്ങുള്ള ഏരിയ 4 സൈഡിലും ടിൽറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം, വാട്ടർ ഒഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ട് സോ ഗൈസ് ഇത്രയേ ഉള്ളൂ. വെള്ളം ഒഴിക്കുക. 1 2 3 4 1 2 3 4 അങ്ങനെ 4 സൈഡും 1 2 3 4 ചെയ്യുക. എന്നിട്ട് അത് ഫുൾ ടിൽറ്റ് ചെയ്യുക. അങ്ങനെ 4 സൈഡും ചെയ്യണം ഗൈസ്. അപ്പോൾ ചെയ്തിട്ട് വരാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ ഇതാണ്ട് ഇത്രയും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ടിൽറ്റ് ചെയ്തു, അതേപോലെ എല്ലായിടത്തും പരിപാടി ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെയാണ് നമ്മുടെ വില്ലേജർ വരുന്നത് കേട്ടോ. കാണാൻ പറ്റുമോ? ചെറുതായിട്ട് ഒരു ടാപ്പ് ഡോർ കാണുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, ഇവിടെയായിട്ടാണ് നമ്മുടെ വില്ലേജ് വരുന്നത്. അപ്പോൾ ഇനി 4 വില്ലേജസിനും ഇവിടെ ഇറക്കണം. അവർക്ക് വേണ്ട കമ്പോസ്റ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അത്രയും കൂടെ നമ്മുടെ പരിപാടിയുള്ളൂ. പിന്നെ ഇതിൻ്റെ എപ്പിസോഡ് ഞാൻ നേരത്തെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഇത് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ. അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി. ക്യാരറ്റ് ഫാർം എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിയാൽ മതി. മിനി വേൾഡ് ക്യാരറ്റ് ഫാം എന്ന് തന്നെ അടിച്ചു നോക്കിയാൽ മതിയായിരിക്കും, കിട്ടുമായിരിക്കും. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ഒരുപാട് താഴെയൊന്നും അല്ല, നമ്മൾ ഒരുപാട് എവിടെവൻ ഓക്കെ ഒരുപാട് താഴെയൊന്നുമല്ല നമ്മൾ എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, അവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കട്ടെ. കയറി ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തെ എല്ലാ ഫാർമിങ്ങിലും സാധനം വെക്കാനുള്ളത് വെച്ച് വില്ലേജസ് കയറ്റി ഇത് ലോക്ക് ചെയ്യാൻ പോകണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വില്ലേജസിനെ കയറ്റുക, പൊക്കത്ത് ടാപ്പ് ഡോർ വെച്ചൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഗ്ലാസും വെക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കാര്യം.
പിന്നെ അതേപോലെ ലൂട്ടിംഗ് ബോക്സ് അത് നമ്മുടെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതും ഞാൻ അതേപോലെ തന്നെ മൈൻഡ് ചെയ്ത് ഇതിലെ കൂടെ ഒരു 3 ബ്ലോക്ക് താഴ്ചയിൽ കുഴിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൂട്ടിംഗ് ബ്ലോക്കും കിട്ടും, ബോക്സും കിട്ടും അപ്പുറത്തെയും ഇപ്പുറത്തെയും. അപ്പോൾ ഞാനിത് മൊത്തം ചെയ്തിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ കംപ്ലീറ്റ് ആയി ഗെയ്സ്. ഇത് ഇനി ഇവിടെ ഒരു വില്ലേജറിനെ കൊണ്ടുവരിക, ഇത് മൊത്തം ഇതിനകത്ത് വെക്കേണ്ട സാധനം വെച്ചിട്ട് മൊത്തം വില്ലേജേഴ്സിനെയും കൊണ്ടുവരിക, പിന്നെ ഒരു വില്ലേജറിനെയും കൊണ്ടുവരിക, കമ്പോസ്റ്ററും വെക്കുക, പിന്നെ വെട്ടവും തെളിക്കുക, സ്ലാബ് വെക്കുക, അതേപോലെ ഗ്ലാസ് വെക്കുക. അത്രേ ഉള്ളൂ ഗെയ്സ്. അപ്പോൾ എന്താണെങ്കിലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതേപോലെ എല്ലാവർക്കും ബൈ. എൻ്റെ അമ്മച്ചേ.